ദുബൈയിലെ അത്ഭുത നിർമ്മിതിയായ ബുർജ് ഖലീഫയെക്കുറിച്ച് വിവരിക്കുന്ന രണ്ടാം ഭാഗമാണ് ഇത്. ലോകത്തിലെ അത്ഭുത നിർമ്മിതികളും പ്രകൃതി കാഴ്ചകളും നിറഞ്ഞ വ്യൂ പോയിന്റ് മലയാളം ചാനലിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ബുർജ് ഖലീഫയുടെ നിർമ്മാണത്തിലെ മഹാരഹസ്യങ്ങൾ അടങ്ങിയ ഒന്നാം ഭാഗം വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മാന്യ പ്രേക്ഷകർ കാണുമെന്ന് കരുതുന്നു. ഏത് അത്ഭുതങ്ങളുടെയും പിന്നിൽ വലിയ പ്രതിസന്ധികളും പരിശ്രമങ്ങളും നടന്നിരിക്കും. അപ്രകാരം തന്നെ ഈ അത്ഭുത കെട്ടിടത്തിൻ്റെയും നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. 606 മീറ്റർ ഉയരത്തിലേക്ക് കോൺക്രീറ്റ് പമ്പ് ചെയ്യുക, സ്പൈറിൻ്റെ ഭാഗമായ 350 ടണ്ണോളം ഭാരമുള്ള ഇരുമ്പ് പൈപ്പ് 200 മീറ്ററോളം ജാക്കി ഉപയോഗിച്ച് മുകളിലേക്ക് ഉയർത്തുക, ഇത്രയധികം ഭാരവും അതിൻ്റെ സമ്മർദ്ദവും താങ്ങാനാവുന്ന കോൺക്രീറ്റ് മിശ്രിതം ഫൗണ്ടേഷന് വേണ്ടി കണ്ടുപിടിക്കുക, അതിൻ്റെ താപനില ശരിയായി നിയന്ത്രിച്ചു നിർത്തി നിർമ്മാണ വേളയിൽ കോൺക്രീറ്റ് കട്ടിയായി പോകാതെ സൂക്ഷിക്കുക, ശക്തമായ കാറ്റിനെ അതിജീവിച്ച് സ്ഥിരതയോടെ നിൽക്കാനാവുന്ന ഡിസൈൻ കണ്ടുപിടിക്കുക, കെട്ടിടത്തിൻ്റെ പുറംബോഡിയായ 24,348 ഗ്ലാസ് പാനലുകൾ ഈ കെട്ടിടത്തിനു ചുറ്റും വിജയകരമായി ഉറപ്പിക്കുക തുടങ്ങി ധാരാളം സിവിൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. 350 ടണ്ണോളം ഭാരമുള്ള ഇരുമ്പ് പൈപ്പ് കെട്ടിടത്തിൻ്റെ ഉള്ളിൽ വെച്ചു തന്നെ ഉണ്ടാക്കൽ, പകൽ 50 ഡിഗ്രി സെൽഷ്യസ് ചൂട് കാരണം വാർപ്പിന് വിള്ളൽ സംഭവിക്കാതിരിക്കാൻ തണുപ്പുള്ള രാത്രിയിൽ കോൺക്രീറ്റ് ചെയ്യുക എന്നീ പ്രവർത്തനങ്ങൾ ഇവക്ക് ഒരു ഉദാഹരണം മാത്രം. ഇതിൻ്റെ നിർമ്മാണത്തിൽ അഭിമുഖീകരിക്കേണ്ടി വന്ന വളരെ തലവേദന സൃഷ്ടിച്ച ഒന്നായിരുന്നു ദ്രുതഗതിയിൽ നിർമ്മാണം പൂർത്തിയാക്കേണ്ടതിനാൽ ഇടതടവില്ലാതെ തൊഴിലാളികൾക്ക് ലീവ് പോലും കൊടുക്കാതെ തുച്ഛമായ വേതനത്തിൽ രാപ്പകൽ ഭേദമെന്നെ പണി എടുപ്പിച്ചതിൽ ഉണ്ടായ പ്രതിഷേധങ്ങൾ. അങ്ങനെ ലീവ് കിട്ടാത്തതിൽ പ്രതിഷേധിച്ച് ഒരു തൊഴിലാളി 147 നിലയിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തത്. ഇതല്ലാതെ ഈ നീണ്ട നിർമ്മാണ പ്രവർത്തനത്തിനിടക്ക് മറ്റൊരു ജീവനും നഷ്ടമായിട്ടില്ല എന്നത് ആശ്വാസകരമായ കാര്യമാണെങ്കിലും 2015 മെയ് 18 ലോറ വെനീസ എന്ന ഒരു പോർച്ചുഗീസ് ടൂറിസ്റ്റ് ബുർജ് ഖലീഫയിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്നും ഒരു സ്ഥിരീകരിക്കാത്ത വാർത്തയുണ്ട്. ഈ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം പുതിയ ടെക്നോളജികളും പരിഹാര മാർഗങ്ങളും ആവിഷ്കരിക്കുകയും പലതും കണ്ടുപിടിച്ചും ഈ വെല്ലുവിളികൾ ഓരോന്നും ഏറ്റെടുത്ത് വിജയകരമായി പൂർത്തിയാക്കിയ മുഴുവൻ വൈദഗ്ധ്യരെയും ദുബായ് ഗവൺമെൻറ്റിനെയും അഭിനന്ദിച്ചേ മതിയാകൂ. ഒരു പ്രതലത്തിൽ നിന്ന് മാനത്തേക്ക് നിവർന്നു നിൽക്കുന്ന ഒരു വിർച്വൽ സിറ്റിയായി വിഭാവനം ചെയ്തിരിക്കുന്ന ഈ ഗോപുരത്തിൽ കോർപ്പറേറ്റ് ഓഫീസുകൾ, ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ, ഷോപ്പിംഗ് സെൻറ്ററുകൾ, 1000ഓളം ലക്ഷറി റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻറ്റുകൾ, റിക്രിയേഷൻ സൗകര്യങ്ങൾ അഥവാ വിനോദ കേന്ദ്രങ്ങൾ തുടങ്ങി 30,000 വീടുകൾ, 9 ഹോട്ടലുകൾ, 19 വൻ ഫ്ലാറ്റ് സമുച്ചയങ്ങൾ അടക്കം ഒരു ആധുനിക നഗരത്തിൽ വേണ്ടതെല്ലാം ഈ പടുകൂറ്റൻ സൗധത്തിനുള്ളിൽ സജ്ജീകരിച്ചിരിക്കുന്നു. പ്രശസ്ത ഇറ്റാലിയൻ ഹോട്ടൽ ഗ്രൂപ്പായ അർമാനി ആണ് 15 നിലകളിലായി 304 മുറികളുള്ള ബുർജ് ഖലീഫയിലെ 5 സ്റ്റാർ ഹോട്ടൽ നടത്തുന്നത്. അപ്രകാരം സ്റ്റുഡിയോ ഫ്ലാറ്റുകൾ മുതൽ 1, 2, 3, 4 ബെഡ്റൂമുകളുള്ള 900 ലക്ഷറി ഫ്ലാറ്റുകളുമുണ്ട്. ഏറ്റവും മുകളിൽ 4 നിലകൾ മെക്കാനിക് സംവിധാനവും അതിനു താഴെയുള്ള 3 നിലകൾ കമ്മ്യൂണിക്കേഷൻ സംവിധാനവും 43, 76, 123 എന്നീ നിലകളിൽ ഇടത്താവളവുമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഓരോ സ്കൈ ലോബികളും സജ്ജീകരിച്ചിരിക്കുന്നു. ലോകോത്തര നിലവാരത്തിലുള്ള ജിംനേഷ്യ, ഇൻഡോർ ഔട്ട്ഡോർ സ്വിമ്മിംഗ് പൂളുകൾ, മീറ്റിംഗ് റിക്രിയേഷൻ ഹാളുകൾ, ലൈബ്രറി, ചെറിയ ഷോപ്പിംഗ് സെൻറ്ററുകൾ, മീറ്റിംഗ് പോയിന്റുകൾ എന്നിവയെല്ലാം ഇവയിൽപ്പെടുന്നു. ഫുൾ എയർ കണ്ടീഷൻ ചെയ്യപ്പെട്ട ഇതിനകത്ത് 9,46,000 ലിറ്റർ വെള്ളം ദിനേന 100 കിലോമീറ്റർ ദൂരെ നിന്നും ഇവിടെ എത്തിക്കുകയും വിവിധ ആവശ്യങ്ങൾക്കൊപ്പം
എപ്പോഴും തണുപ്പ് നിലനിർത്താൻ വേണ്ടി മാത്രമായി 34 കിലോമീറ്റർ നീളമുള്ള പൈപ്പിലൂടെ ശീതീകരിച്ച വെള്ളം ഒഴുക്കി തണുപ്പ് ക്രമീകരിക്കുന്നു. അപ്രകാരം ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഭാഗമായി 213 കിലോമീറ്റർ നീളമുള്ള പൈപ്പും ഉപയോഗിച്ചിട്ടുണ്ട്. അതീവ സുരക്ഷാ പരിശോധനയിലൂടെ മാത്രം പ്രവേശിക്കാനാകുന്ന ബുർജ് ഖലീഫയുടെ 124, 125, 148 നിലകളിലായി ടിക്കറ്റോടുകൂടി പ്രവേശിക്കാനാകുന്ന ഒരു നിരീക്ഷണ ഡെക്കാണ് അറ്റ് ദി ടോപ്പ്. 452 മീറ്റർ ഉയരത്തിൽ നിലകൊള്ളുന്ന ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മനുഷ്യനിർമ്മിത വ്യൂ പോയിന്റാണ് ഇത്. ഈ നിരീക്ഷണ കേന്ദ്രത്തിൽ ഒരുക്കിയ പ്രത്യേക ടെലസ്കോപ്പുകൾ സന്ദർശകർക്ക് ചുറ്റുമുള്ള ഭൂപ്രകൃതി തത്സമയം വ്യക്തമായി കാണാൻ സഹായിക്കും. 2014 148 നിലയിൽ 555 മീറ്റർ ഉയരത്തിൽ അറ്റ് ദി ടോപ്പിൻ്റെ പ്രീമിയം സ്കെയിൽ ലെവൽ തുറന്നതോടെയാണ് ബുർജ് ഖലീഫക്ക് ലോകത്തിലെ ഏറ്റവും ഉയർന്ന നിരീക്ഷണ ഡെക്കിനുള്ള പദവി വീണ്ടെടുക്കാൻ സാധിച്ചത്. ഇതിലെ ലിഫ്റ്റ് സംവിധാനം ഒരു അത്ഭുതം തന്നെ. നമുക്കതൊന്ന് പരിശോധിക്കാം. പ്രശസ്തമായ ഓറ്റിസ് കമ്പനി നിർമ്മിച്ച 57 ലിഫ്റ്റുകളുള്ള ഈ ടവറിലെ ഒരു ലിഫ്റ്റ് പോലും ഗ്രൗണ്ട് ഫ്ലോർ മുതൽ 163 നില വരെ സഞ്ചരിക്കുന്നില്ല എന്നതും ആകെയുള്ള എക്സ്പ്രസ് ലിഫ്റ്റുകൾ സ്കെയിൽ ലോബികൾക്കിടയിൽ മാത്രം സഞ്ചരിക്കാൻ കഴിയുന്നവയാണ് എന്നതുമെല്ലാം ഇതിൻ്റെ ലിഫ്റ്റ് സിസ്റ്റത്തിലെ പ്രത്യേകതയും അതോടൊപ്പം പോരായ്മയുമാണ്. പക്ഷേ സുരക്ഷയും മറ്റു പല സാങ്കേതികതയും പരിഗണിച്ചുമാണ് ഇതെന്നത് തിരിച്ചറിയേണ്ടതുണ്ട്. ഇതിനിടയിലുള്ള ഫ്ലോറുകളിലേക്ക് പോകേണ്ടവർ സ്കെയിൽ ലോബിയിൽ നിന്ന് മറ്റൊരു ലോക്കൽ ലിഫ്റ്റിലേക്ക് മാറിക്കയറേണ്ടതുണ്ട്. എമർജൻസി എക്സിറ്റിന് വേണ്ടി ഏറ്റവും താഴെ മുതൽ 163 നില വരെ 2909 സ്റ്റെപ്പുകളുള്ള സ്റ്റെയർഗേസ് സംവിധാനവും അവിടവിടങ്ങളിലായി 8 എക്സലേറ്ററുകളുമുണ്ട്. ലിഫ്റ്റുകളുടെ മറ്റൊരു പ്രത്യേകത ഏതു ഫ്ലോറിലേക്കാണ് പോകേണ്ടതെന്ന് ലിഫ്റ്റിൽ കയറുന്നതിന് മുമ്പ് തന്നെ ഒരു ടച്ച് സ്ക്രീൻ പാഡിൽ വിവരം നൽകണം എന്നതാണ്. ഈ ടച്ച് സ്ക്രീനുകളുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന കമ്പ്യൂട്ടർ സിസ്റ്റം വിവിധ നിലകളിൽ കാത്തു നിൽക്കുന്നവരുടെ ലക്ഷ്യസ്ഥാനങ്ങൾ അവലോകനം ചെയ്യുന്നു. അതിനാൽ ഏറ്റവും കുറഞ്ഞ വെയിറ്റിംഗ് സമയം മാത്രമേ വേണ്ടിവരൂ എന്നത് സഞ്ചാരികൾക്ക് വൻ ആശ്വാസമാണ്. പ്രധാന സർവീസ് ലിസ്റ്റ് കെട്ടിടത്തിൻ്റെ മധ്യഭാഗത്താണുള്ളത്. ആ ലിഫ്റ്റ് ഒറ്റയടിക്ക് 540 മീറ്റർ ഉയരം വരെ പോകാൻ തക്കവിധം നിർമ്മിച്ചിട്ടുള്ളതാണ്. ഡബിൾ ഡക്കർ കേബിളുകളായ ലിഫ്റ്റുകളിൽ ഓരോന്നിലും 14 പേർക്ക് ഒരുമിച്ച് പോകാനും 60 കിലോമീറ്റർ സ്പീഡിൽ ഓടുന്ന കാറിനേക്കാൾ വേഗതയിലാണ് പ്രധാന ലിഫ്റ്റുകളുടെ സഞ്ചാരമെന്നതും മറ്റൊരു നിലയിൽ പറഞ്ഞാൽ സെക്കൻഡിൽ 10 മീറ്റർ വേഗതയിൽ, അതായത് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് 124 നില വരെ എത്താൻ വെറും 1 മിനിറ്റ് മാത്രം മതി എന്നതും എടുത്തു പറയേണ്ടതാണ്. ഈ ടവറിൻ്റെ പരിപാലനം വളരെ കൗതുകമുളവാക്കുന്നതാണ്. നമുക്ക് അതൊന്ന് പരിശോധിക്കാം. ഈ സൗധത്തിൻ്റെ പുറം ബോഡിയിൽ പറ്റിപ്പിടിക്കുന്ന പൊടിപടലങ്ങൾ തുടച്ച് ഗ്ലാസ് പാനലുകൾ വൃത്തിയായി സൂക്ഷിക്കുവാനായി വിപുലമായ അതിനൂതന സംവിധാനങ്ങൾ ബുർജ് ഖലീഫയുടെ പുറം ബോഡിയിൽ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മഹാഗോപുരം ഏതു സമയത്തും പുതുമയോടെ മിനുങ്ങുന്നതും കാണികളെ ആകർഷിക്കുന്നതും. ബുർജ് ഖലീഫയുടെ സേഫ്റ്റിക്കായി വിവിധ മുൻകരുതലുകൾ ഉള്ളതിൽ ഒന്നാണ് ചുറ്റുമായി ഏക്കറുകളിൽ വ്യാപിച്ചു കിടക്കുന്ന പുൽമൈതാനത്തെയും ഉദ്യാനത്തെയും പരിപാലിക്കുവാനുള്ള പ്രത്യേക പദ്ധതി. ഈ പ്രദേശത്തെ 27 ഏക്കർ പാർക്കിലെ ചെടികൾ നനയ്ക്കാനും മറ്റും ഉപ്പുവെള്ളം ഉപയോഗിക്കാൻ പാടില്ല. കാരണം അത് അവിടത്തെ മണ്ണിനെയും കെട്ടിടങ്ങളെയും ചതുപ്പും ദ്രവിച്ചതുമാക്കും. ഉപ്പുവെള്ളത്തിനു പകരം ശുദ്ധീകരിച്ച ഡ്രെയിനേജ് വെള്ളം കൊണ്ടും ബുർജ് ഖലീഫയുടെ അടിയിൽ സംവിധാനിച്ച പ്രതിവർഷം 56 ദശലക്ഷം ലിറ്ററോളം വരുന്ന എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിൽ നിന്ന് ശേഖരിക്കുന്ന വേസ്റ്റ് വെള്ളവുമാണ് ഇതിനായി ഉപയോഗിക്കേണ്ടത്. ദിനേനെ 5000-ഓളം ടൂറിസ്റ്റുകൾ സന്ദർശിക്കുന്ന ഈ മഹാഗോപുരം ഒരു വൻ ബിസിനസ് കേന്ദ്രമാണ് എന്ന രഹസ്യം അധിക പേർക്കും അറിയില്ല. ഓരോ വർഷവും
ഏകദേശം 700 മില്യൺ അമേരിക്കൻ ഡോളർ വരുമാനം ഇതു മുഖേന ലഭിക്കുന്നു എന്നു കേട്ടാൽ ആരും ഒന്ന് ഞെട്ടിപ്പോകും. ഇങ്ങനെ നീളുന്നു ബുർജ് ഖലീഫയുടെ ഖ്യാതി. ഇതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ കാണാൻ ഈ വീഡിയോയുടെ 1-ാം ഭാഗം കൂടി കാണുമെന്ന പ്രതീക്ഷയിൽ വിട. പ്രിയ പ്രേക്ഷകർക്ക് നന്ദി.